ഹലോ, നിങ്ങളിത് ഈ കാണുന്ന ഷർട്ടും പാൻറ്റും കണ്ടില്ലേ? ഒരു മാച്ചും ഇല്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് വിചാരിച്ച എന്താണോ അത് കിട്ടണമെന്നില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും എന്താണ് ഉത്തര ക്ലാസ് കിട്ടി കാണും. അത് കിട്ടുമ്പോൾ നമുക്ക് പൊതുവെ ചിലപ്പോൾ വിചാരിച്ച മാർക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ എക്സാമിന് വേണം എന്നില്ല. ചിലപ്പോൾ പഠിച്ചത് എക്സാമിന് ഉണ്ടാകും, അത് ഗംഭീരമായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് ഈ നിമിഷം നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. നമ്മൾ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് എല്ലാം ഗംഭീരമായി മനസ്സിലാക്കി മുന്നോട്ട് പഠിക്കാം. നമ്മൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് പിന്നോട്ട് പോയി കാണും. ഈ കാണുന്ന പിന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എന്താണ് വീണ്ടും മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു യാത്രയിലേക്കാണ് ഏതൊരു വിദ്യാർത്ഥിയും പഠിക്കേണ്ടത്. അത് ഗംഭീര പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് മാർക്കുകൾ നേടാൻ വേണ്ടി സാധിക്കുന്നതുമാണ്. എനിക്കെല്ലാവരോടും ഒറ്റ കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്, വേറൊന്നുമല്ല, അത് സജഷനാണ് കേട്ടോ. എല്ലാവരും ടൈം ടേബിളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഗംഭീരമായിട്ട് പഠിക്കുക. ടൈം ടേബിളെല്ലാം മാത്രമല്ല ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷ സെക്കൻഡ് ടൈം പരീക്ഷയാണ്. സെക്കൻഡ് ടൈം എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സിലബസ് എല്ലാം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമിനേഷനാണ് അല്ലേ? അപ്പോൾ ഈ കാണുന്ന പരീക്ഷയെല്ലാം തന്നെ നമുക്ക് ഗംഭീരമായി പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ എക്സാമും എല്ലാം തന്നെ വളരെ സുഖമായിട്ട് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം, ടൈം ടേബിൾ സ്ട്രക്ചർ ചെയ്യുക. ഏകദേശം ഓരോ വിഷയത്തിൻ്റെയും നമുക്ക് 2 പാഠം മാത്രമാണ് ഇല്ലാതിരിക്കുക. ബാക്കി എല്ലാം തന്നെ സെക്കൻഡ് ടൈം എക്സാം പഠിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും സീരിയസ് ആയിട്ട് വേണം സെക്കൻഡ് ടൈം എക്സാമിനെ സമീപിക്കാനായിട്ട്. ഫസ്റ്റ് ടൈം എക്സാമിൽ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒന്നും തന്നെ ആരും തന്നെ കണക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുക. ഇത്രകാലം പഠിച്ചത് എന്താണ് എന്ന് ആരും നോക്കണ്ട, എല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. മാർക്ക് കുറഞ്ഞോട്ടെ പ്രശ്നമേ അല്ല, നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസം പഠിക്കാൻ വേണ്ടി തയ്യാറാവാം. ഇനിയുള്ള ദിവസം നമ്മൾ ഗംഭീരം പഠിക്കുകയാണെങ്കിൽ സെക്കൻഡ് ടൈം എക്സാമും എല്ലാം തന്നെ വളരെ സുഖമായിട്ട് ക്രാക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്ന മെയിൻ എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും. സോ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിക്കാനിരിക്കുക. ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കണം, യെസ്, ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ഇനി മുതൽ പഠിക്കും. ഇത്രകാലം എൻ്റെ മാർക്ക് എന്താണോ അത് എന്നെ മാറ്റർ ചെയ്യുന്നില്ല. ആരൊക്കെ നിങ്ങളെ ജഡ്ജ് ചെയ്യാമെന്നാലും നിങ്ങൾ അത് കാര്യമാക്കണ്ട. ചിലപ്പോൾ ഒരുപാട് കളിയാക്കലുണ്ടാകാം, അതായത് മാർക്കൊന്നുമില്ലടാ, നീ പഠിച്ചത് കാര്യമൊന്നുമില്ലടാ, നീ ഇപ്പം എന്തിനാ പഠിക്കണം എന്നൊക്കെ തന്നെ കുറേ പേര് ചോദിക്കും. ആ കാണുന്ന ചോദ്യം ഒന്നും തന്നെ ആരും കണക്കാക്കണ്ട. എല്ലാവരും ആ കാണുന്ന ചോദ്യം മാറ്റിവെക്കുക. അവരെല്ലാം തെളിയിച്ചു കൊടുക്കുക, എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിക്കാം. ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീലിങ്സ് വരുന്നത്, നിങ്ങളുടെ മാർക്കുകൾ എങ്ങനെയുണ്ടോ, ഇനി പഠിക്കാൻ വേണ്ടി തയ്യാറാണോ, എല്ലാ മക്കളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.